എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാക്കും ഒരു എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. ഈ വീഡിയോയിൽ കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക, ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. എവിടെ ഇരുന്നാലും എന്റെ ദുആ ഉണ്ടാവും. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പുച്ഛിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും, ഇൻഷാ അല്ലാഹ്. ഹായ് എവരിവൺ. നിങ്ങൾക്ക് മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് അത്രയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ വീഡിയോ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. വിചാരിക്കുമ്പോൾ ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല. ഇത് എന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ്. തുറന്നു നോക്കി. ശരിക്കും എന്താണ് സംഭവം? ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ലൈറ്റർ. ഇത് ഒത്തിരി പുരോഗമനം അവകാശപ്പെടുന്ന ഒരു പുതിയ ജനറേഷൻ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗം അത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ മക്കൾ കടന്നു പോകുന്നെന്ന് ആലോചിച്ചു. മാതാപിതാക്കൾക്ക് ഇത് എത്രത്തോളം വിഷമം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ആലോചിച്ചു. സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇതെന്താ ഇടുക്കി ഗോൾഡ്? യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ്. ഇതൊന്നും എനിക്കറിയില്ല മോളെ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു പാരലൽ വേൾഡ് ആണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. അത് അവർക്കും അറിയില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അറിയത്തില്ല. അത് ഫുൾ വേറൊരു കൺട്രോളിലാണ് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ വീട്ടിൽ പണ്ടൊക്കെ സിഗരറ്റ് വലിച്ചിട്ട് അറിയാതിരിക്കാൻ അല്ലെങ്കിൽ ച്യൂയിങ് ഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുന്ന സ്ഥലത്ത് പല അതിനുവേണ്ടി ഒരു കിറ്റ് ബോക്സ് തന്നെ കൊണ്ടു നടക്കുന്ന കുട്ടികൾ. അതിന് അത്തർ അടിച്ച് എല്ലാം അടിച്ച് വീട്ടിൽ മനസ്സിലാകാതിരിക്കുക. വീട്ടിൽ പിടിക്കത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതം നശിപ്പിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കളെ നിങ്ങൾക്ക് പറ്റിക്കാം, പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വിഷമമുള്ള കാര്യം. ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത്? വീട്ടില് എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ്. പക്ഷെ മോന് എത്ര വയസ്സുണ്ട്? മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താണ് പല മാതാപിതാക്കൾക്കും അവരുടെ വീട്ടിൽ മക്കൾ അവർ കാണിക്കുന്നത് വെച്ച് വളരെ നല്ല കുട്ടികൾ അല്ലെങ്കിൽ നല്ല മക്കൾ, ഈ ഉമ്മ പറയുന്നത് തന്നെ കേട്ടു നോക്കൂ. നാട്ടുകാർ പലതും പറഞ്ഞിട്ട് അവൻ വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ഉമ്മ, ഉപ്പ, അവർ വിശ്വസിക്കുന്ന അവരുടെ മക്കൾ എല്ലാവരുടെയും മക്കളെ പോലെ നല്ലതാണെന്നാണ്. മക്കളെ അമിതമായി വിശ്വസിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവർ പിടിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എല്ലാമാണ്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മേൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു കൺട്രോൾ ഉണ്ടാവണം. അവരെ മനസ്സിലാക്കണം. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയണം. അങ്ങനെ പറയുന്നില്ലെങ്കിൽ അത് എവിടോ വഴിവിട്ടു പോകുന്നു അതിൻ്റെ ഒരു ലക്ഷണമായി നിങ്ങൾ മനസ്സിലാക്കി കൂടുതൽ അതിൽ ഇടപെടാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ ജനറേഷൻ, നമ്മുടെ അടുത്ത ജനറേഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയില്ല. ഒരു ജനറേഷൻ പാഴായി പോകാൻ പാടില്ല. ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത്
ഓൺ ദി സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ആ അമ്മ ചെയ്ത ഒരു നല്ല കാര്യം, സമൂഹത്തിന് വിപത്താണ് ഇത് എന്ന് മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. പലയിടത്തും പല വീടുകളിലും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകണം. പക്ഷെ മാതാപിതാക്കൾ സ്വന്തം മോനല്ലേ അല്ലെങ്കിൽ മോളല്ലേ എന്ന് സഹിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ കേസിൽ 3 പെൺകുട്ടികൾ പിടിയിലായി. അവരുടെ വീട്ടിൽ അവരുടെ 3 പെൺകുട്ടികൾ, മാതാപിതാക്കൾ എന്ത് രീതിയിലാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് നമുക്കറിയില്ല. അവർ വിചാരിക്കുന്ന അവരുടെ മക്കൾ നല്ല മക്കളാണെന്നാണ്. പക്ഷെ അവർ പോകുന്ന രീതി എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ജനറേഷൻ, എത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഒരു കെമിക്കൽസിന്റെ ഉപയോഗം കാരണം. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ജീവിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല, ഉമ്മയ്ക്ക് അവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഉമ്മയുടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഉപയോഗം കാരണം. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് എത്ര പേരാണ് ഇമ്പാക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഉപയോഗിക്കുന്നു, അവരുടെ അല്പനേരത്തേക്കുള്ള ഒരു സുഖത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം ആളുകളെ അത് ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യം സമൂഹത്തിൽ മനസ്സിലാക്കുന്നില്ല. ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് എന്ത് കാര്യം? അവർക്ക് സ്വയബുദ്ധി അല്ലെ സ്വയചിന്ത ഉണ്ടെങ്കിൽ അല്ലേ അത് എഫക്റ്റീവായിട്ട് വരുള്ളൂ. അവരുടെ കൺട്രോൾ മൊത്തം വേറെ മയക്കുമരുന്നിന്റെ പിടിയിലാണ്. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ. സമൂഹത്തിൽ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് 21 വയസ്സായ മോനിൽ നിന്ന്. ആ അമ്മ എത്രത്തോളം സങ്കടപ്പെടുന്നു മനസ്സിലാക്കുക. 21 വയസ്സുള്ള മകൻ മാതാവിന് നേരിട്ടുള്ള അമ്മയും പെങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മകൻ. എങ്ങോട്ടാണ് നമ്മളുടെ ഈ സമൂഹം പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കുടുംബങ്ങളിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരാൾ മാത്രമല്ല, കുടുംബം നശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സൂപ്പർവൈസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇപ്പം നടക്കത്തില്ല. ബിക്കോസ് പിള്ളേർ ഭയങ്കര എന്താ പറയുന്നത്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചിന്താഗതി ഉണ്ട്, അവരുടേതായ ജീവിതമുണ്ട്, അവരുടേതായ വഴിയിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഒരു കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ മണ്ടയ്ക്ക് നമ്മൾ സൂപ്പർവിഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് കൂടുതലോട്ട് അകന്നു പോകത്തേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും നമ്മുടെ അടുത്തോട്ട് വരില്ല. ബട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെറിയ പ്രായത്തിൽ നിന്ന് സാധിച്ചാൽ, നിങ്ങളുമായിട്ട് അവർക്ക് ഇമോഷണൽ കണക്ട് ഉണ്ടായെങ്കിൽ മാത്രമേ കാര്യമുണ്ടാവുള്ളൂ. നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ. ഇവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നൊന്നുമില്ല. ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നോ ജെൻഡർ സ്പെസിഫിക്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം, കുട്ടികളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിൽ. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷെ കൂടുതലും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ നിങ്ങളുടെ പെൺമക്കളാണ് വളരെ നല്ല രീതിയിലാണ് പോകുന്നതെന്ന് ചിന്തിച്ചാൽ, കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത അപ്പോൾ എങ്ങനെ ഉണ്ടായി? 3 പെൺകുട്ടികൾ മയക്കുമരുന്നുമായിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത. 3 പെൺകുട്ടികളാണ് അവിടെ മയക്കുമരുന്ന് ഉപയോഗിച്ചായിട്ട് പറയുന്നത്. എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാക്ക് ഒരു എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയണില്ല. മോനിപ്പോ എവിടെ പോയത്? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്, എനിക്കറിയില്ല എവിടെ പോയതെന്ന്. ഈ ഒരു പൊതി പിടിച്ചതിന് ശേഷം ആ ഉമ്മയുടെ വിഷമം നോക്കൂ. എത്രത്തോളം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവരുടെ മോന് ഇപ്പം അവിടെ ഇല്ല, അവൻ എവിടെയോ ആണ്, അവർക്കറിയില്ല. ആറ്റുനൂറ്റ് വളർത്തി ഇത്ര 21 വയസ്സ് വരെ കൊണ്ടുവന്നിട്ട് ആ മോൻ അമ്മയോട് കാണിക്കുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കി.
ഞാൻ ഇതുവരെ ഷെയർ ചെയ്യണം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ അത് നശിച്ചു പോകാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിക്കും നമ്മുടെ സമൂഹം നശിച്ചു പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അത് മാത്രമല്ല മോളെ, ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണം, ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ടുമ്പോ നമ്മളെ പോലെ അവരിരുന്ന് കരയാൻ പാടില്ല. നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ, നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത്. കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏരയാവണ്ടേ, അവന്റെ അടി കൊള്ളണ്ടേ, അതുവഴി ആത്മഹത്യ ചെയ്യൂലേ, ഡൈവോഴ്സ് നടക്കൂലേ, എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക. ആ അമ്മയുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു അമ്മയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മോനാണ് അവർക്കുള്ളതെന്ന കാര്യത്തിൽ എന്ത് പറയാനാ. ഇനി ഒരു പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിക്കരുത്. തൻ്റെ മകൻ കാരണം അവൻ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടി ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ള രീതിയിൽ ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് കാര്യം പറയണമെങ്കിൽ ആ അമ്മയുടെ മനസ്സ്, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അത് നമ്മൾ കാണേണ്ടതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മോനാണ് അവർക്കുള്ളത്. കാണുമ്പോ തന്നെ അതിന് വേണ്ടിട്ട് ഈ വീഡിയോയിൽ കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക, ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. എവിടെ ഇരുന്നാലും എന്റെ ദുആ ഉണ്ടാവും. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയുള്ള ഞാൻ കാത്തിരിക്കും, ഇൻഷാ അല്ലാഹ്. ആ അമ്മയുടെ വിഷമം ഇത്രയൊക്കെ ആ മകൻ ചെയ്തിട്ടും ആ അമ്മ ഇപ്പോഴും ആ മകന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ മകൻ നന്നായിട്ട് എവിടെയായിരുന്നാലും ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരമ്മ. ആ മകൻ ചിന്തിക്കുക, അല്ലെങ്കിൽ മകൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ മകൻ ചിന്തിക്കുക, ഞാൻ എത്രത്തോളം എൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ അമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ മകൻ ഉറപ്പായിട്ടും ചിന്തിക്കണം. അതുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്നേഹം അല്ലെങ്കിൽ മാനുഷിക പരിഗണന ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മക്കൾക്ക് വേണ്ടി പലഹാരപ്പൊതികൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നും മയക്കുമരുന്നിൻ്റെ പൊതിയും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ, അത് ഓരോ അമ്മമാർക്കും എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാവും, അല്ലെങ്കിൽ അവർക്ക് സ്വയം അത് ജീവിതത്തിൽ വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇത് കാണുന്ന മാതാപിതാക്കൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും. ഈ സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ അവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെയുള്ള എത്ര കുടുംബങ്ങളുണ്ടാവും, എത്ര മക്കളുണ്ടാവും. അവരൊക്കെ ചിന്തിക്കേണ്ടത് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ എത്രത്തോളം ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സ്വയം തിരിച്ചറിവ് ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പല വാർത്തകൾ നമ്മൾ കാണുന്നു. ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.